ആശാ വർക്കർമാരും നിലമ്പൂർ മണ്ഡലത്തിൽ ഇന്ന് പ്രചാരണവുമായി എത്തുകയാണ്. മിനി ഇപ്പോൾ നമ്മളിപ്പം ചേരുകയാണ്. എന്താണ് ഈ പ്രചരണം കൊണ്ട് ലക്ഷ്യമിടുന്നത്? ഞങ്ങൾ കഴിഞ്ഞ 123 ദിവസമായി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുന്നിൽ ഒരു അനിശ്ചിതകാല രാപ്പകൽ സമരം നടത്തുകയാണ്. ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഡിമാൻഡ്, അത് ഞങ്ങൾ വെച്ചൊരു ഡിമാൻഡല്ല. യഥാർത്ഥത്തിൽ അത് ഗവൺമെൻറ്, ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നു, ഒരു ദിവസം 700 രൂപ മിനിമം കൂലി ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ നൽകുമെന്ന് പറഞ്ഞു. ഇപ്പം 4 വർഷം പിന്നിടുകയാണ്. അപ്പോൾ 232 രൂപയാണ് നിലവിലൊരു ആശാവർക്കർക്ക് പ്രതിദിന വേതനമായി ലഭിക്കുന്നത്. ഇത് 700 രൂപയാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. പക്ഷേ അതിനെ പരിഗണിക്കാൻ ഗവൺമെൻറ് തയ്യാറല്ല. മാത്രമല്ല, പരിഹസിക്കുകയും ചെയ്തുകൊണ്ട് തൊഴിലാളികളാണ്. അപ്പം ഞങ്ങൾ വെച്ചിരിക്കുന്ന ഡിമാൻഡ് ഗവൺമെൻറ് വെച്ചിരിക്കുന്ന ഒരു വാഗ്ദാനമാണ്, അല്ലെങ്കിൽ അതാണ് പരിഗണിക്കേണ്ടുന്നത്. അപ്പോൾ അത് ചോദിക്കുമ്പോൾ ധാരാളം മറ്റ് ന്യായങ്ങൾ പറയുക, ഞങ്ങൾ അപമാനിക്കാൻ ശ്രമിക്കുക, ഇതൊക്കെ മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ഈ സമരം പരിഹരിക്കണം, ന്യായമായ ഡിമാൻഡുകൾ ഒത്തുതീർപ്പാക്കി പരിഹരിക്കണം. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ യാതൊരു ധനപ്രതിസന്ധി ഇല്ലയെന്ന് ധനകാര്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ട നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആശാ വർക്കർമാരെ മാത്രം ഇങ്ങനെ തെരുവിലിരുത്തി ഇങ്ങനെ അപമാനിക്കുന്നത് ശരിയല്ല. അപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഈ വിഷയങ്ങൾ നിലമ്പൂരിലെ വോട്ടർമാർ ചർച്ച ചെയ്യപ്പെടണം, അതിനകത്ത് നിലപാടെടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിർദ്ദേശം. കഴിഞ്ഞ 12 വർഷമായി സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഈ ആശാ വർക്കർമാരുടെ യൂണിയൻ നിരവധി തിരഞ്ഞെടുപ്പുകൾ നടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും ഞങ്ങൾ അങ്ങനെ ഒരു നിലപാട് എടുക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ എടുക്കുന്നത് ഞങ്ങളെ സമരമുഖത്തിരുത്തിയിട്ട് ആ സമരത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. അങ്ങനെ വഴിക്ക് പോയാൽ പറ്റില്ല. ഇത് ജനാധിപത്യ രാജ്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇവിടെ ചെലവഴിക്കുന്ന പണത്തിൽ ആ പണത്തിൻ്റെ ഒരു അംശം ആശാവർക്കറും കൂടെ കൊടുത്ത നികുതിപ്പണമാണ്. ഈ 232 രൂപയിൽ നിന്ന് കൊടുക്കുന്ന നികുതിപ്പണമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞങ്ങൾക്കത് ചോദിക്കാനുള്ള അവകാശമുണ്ട്. ഞങ്ങളെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്, പ്രതികരിക്കുന്ന ആശമാരെ വിരട്ടുന്നുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ ചന്തക്കുന്നിൽ രാവിലെ 10 മണിക്ക് വച്ചിരിക്കുന്ന പ്രകടനത്തിൽ പങ്കെടുക്കാനുള്ള ആശമാരെ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, അവർക്ക് മറ്റ് ജോലികൾ ഏർപ്പാടാക്കുന്നു. അപ്പോൾ ആശാവർക്കർമാരുടെ സമരം ഈ ഗവൺമെൻറ്റിനെ തെല്ലും ബാധിക്കുന്നില്ലെങ്കിൽ അവർ ഈ ഭീഷണിപ്പെടുത്തുന്നതും സൈബർ ആക്രമണം നടത്തുന്നതൊക്കെ മതിയാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും CPM-ൻ്റെയും CIT-ൻ്റെയും നേതാക്കൾ കഴിഞ്ഞ 123 ദിവസമായിട്ടും സംസ്ഥാനം മുഴുവൻ ഈ നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് തളരില്ല. കാരണം 232 രൂപ എന്നൊരു യാഥാർത്ഥ്യമാണ്. അപ്പം എന്ന് പറഞ്ഞാൽ 700 രൂപ എന്ന് പറഞ്ഞത് ഒരു പകുതി പോലും തരാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ വീടുകളിലൊക്കെ കയറിയിട്ടുള്ള ഒരു പ്രചാരണം, എന്താണ് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ഈ സമരത്തിന് പോകരുത്, നിങ്ങൾ പോകരുത്, അതിന് പകരം നിങ്ങൾ ജോലി ചെയ്യണം എന്നാണ് പറയുന്നത്. നമ്മൾ കൂലി ചോദിക്കുമ്പോൾ സന്നദ്ധ പ്രവർത്തനം എന്ന് പറയുന്നു. നിങ്ങൾ പറയുന്ന മുദ്രാവാക്യം എന്താണ്? ഞങ്ങൾ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ആശാ വർക്കർമാരെ അപമാനിച്ചവർക്ക് വോട്ടില്ല, ഇതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. കാരണം നിരന്തരം അപമാനിച്ചു, 124 ദിവസമായി അപമാനിക്കുന്നു. കേരളത്തിലെ മുഴുവൻ ഹൃദയമുള്ള മനുഷ്യർ മുഴുവൻ ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പമുണ്ട്. നിരവധി ആളുകൾ ആവശ്യപ്പെടുകയാണ്. അതൊന്നും പരിഗണിക്കാൻ ഗവൺമെൻറ് തയ്യാറല്ല. അതാണ് ഞങ്ങളുടെ ആക്ഷേപം. ഞങ്ങൾ കയറും, ഇന്നത് തുടങ്ങുകയാണ്, ഇന്നതിന് തുടക്കം കുറിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ആശാ വർക്കർമാരുടെ ശക്തമായൊരു ക്യാമ്പയിൻ ഉണ്ടാവും. കുറേ ദിവസം ഉണ്ടോ? ഞാൻ കുറച്ച് ദിവസമേ ഉള്ളൂ, വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് 18-ാം തീയതി ഞങ്ങളുടെ സമരയാത്ര, കാസർഗോഡ് നിന്ന് ആരംഭിച്ച സമരയാത്ര തിരുവനന്തപുരത്ത് സമാപിക്കുന്ന മഹാറാലിയാണ്. അപ്പോൾ അതിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് ഞാൻ തിരിച്ചു പോകും. പക്ഷേ ഇവിടെ ആശമാർ തുടരും. പരമാവധി വീടുകൾ, ഇപ്പോൾ തന്നെ ആ പ്രചരണം എല്ലാ വീടുകളിലും എത്തിക്കഴിഞ്ഞു. ഞങ്ങളുടെ നിലപാട് മാധ്യമങ്ങളിലൂടെ എത്തിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും കഴിയുന്നത്ര വീടുകൾ കയറും. ഭരിക്കുന്ന ഇന്ന് ഈ സമരത്തെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെതിരെയാണ് ഞങ്ങളുടെ സമരം.